നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ വംശജരായ അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ കൈകളിലും കാലുകളിലും ചങ്ങലയണിയിച്ച് അമേരിക്കൻ യുദ്ധവിമാനത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ച് എത്തിച്ച സാഹചര്യത്തിലും ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ തീരുവ ചുമത്തുമെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഇടയിലുമാണ് മോദി വൈറ്റ് ഹൗസിലെത്തി ഡൊണാൾഡ് ട്രംപിനെ കണ്ടത്. ഇന്ത്യക്ക് കൂടുതൽ യുദ്ധോപകരണങ്ങൾ നൽകുമെന്നും ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുമെന്നുമുള്ള പ്രഖ്യാപനങ്ങൾ ട്രംപ് നടത്തി. ആണവോർജം, ബഹിരാകാശം, വ്യാപാരം, യുദ്ധോപകരണങ്ങൾ തുടങ്ങിയ മേഖലകളിലെല്ലാം പരസ്പരം സഹകരണം വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനങ്ങളുണ്ടായി. ഇരു നേതാക്കളും പരസ്പരം വളരെയേറെ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയുമെല്ലാം ചെയ്തു. എന്നാൽ മോദിയുടെ അമേരിക്കൻ സന്ദർശനം യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഗുണം ചെയ്തോ? ഇന്ത്യൻ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വിജയിച്ചോ? ഈ വിഷയങ്ങളാണ് കേരളീയം ടോക്ക് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മുൻ മേധാവിയായ ഡോക്ടർ ജോസഫ് ആന്റണിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം, കേരളീയം ടോക്കിലേക്ക് സ്വാഗതം സർ. താങ്ക് യു. മോദിയുടെ അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് ഇന്ത്യൻ പത്രങ്ങളിലെല്ലാം തലക്കെട്ടുകളായി വന്നത് അമേരിക്കൻ നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇന്ത്യക്ക് ലഭിക്കും, F-35 ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യക്ക് ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് വലിയ തലക്കെട്ടുകളായി വന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഇവ വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരികയാണോ ചെയ്യുക? ഈ പ്രതിരോധ മേഖലയിൽ അമേരിക്ക ഓഫർ ചെയ്യുന്ന ഈ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ സഹകരണം ഇന്ത്യക്ക് എത്രമാത്രം ഗുണപരമാണ്? ഇന്ത്യക്ക് മറ്റു ഓപ്ഷനുകളെ ഇല്ലാതാക്കുക കൂടിയാണോ ഇത് ചെയ്യുന്നത്? ഒരു നിർബന്ധിതമായ ഒരു ഓപ്ഷനാണോ അമേരിക്ക നൽകുന്നത്? നിഖിലെ, നമ്മൾ ഈ മോഡിയുടെ യാത്രയുടെ ഒരു പശ്ചാത്തലം തൊട്ട് നമുക്ക് തുടങ്ങണം. ഇപ്പോൾ നമുക്കറിയാം, ട്രംപ് അധികാരത്തിൽ വന്നിട്ട് 4 ആഴ്ചയേ ആവുന്നുള്ളൂ. അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്നത് 2ാമത്തെ തവണയാണ്. അപ്പോൾ ഈ 2ാം തവണ അധികാരം ഏറ്റെടുത്ത് നമ്മുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഈ 4 ആഴ്ചക്കുള്ളിൽ 4ാമത്തെ വിദേശ രാഷ്ട്ര തലവൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ കാണാനായിട്ടുള്ള അവസരം ലഭിച്ച് പോയത് എന്നുള്ളതാണ് നമ്മൾ പരിഗണിക്കേണ്ട പ്രശ്നം. നമുക്ക് അറിയാവുന്ന കാര്യം, ഇതുവരെയുള്ള ട്രംപിന്റെ പ്രഖ്യാപനങ്ങളിലൂടെ കാണുന്ന കാര്യം, ട്രംപ് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകി അധികാരത്തിൽ വന്നിരിക്കുന്നയാളാണ്. അദ്ദേഹം പിൻപറ്റുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് മാഗ പ്രത്യയശാസ്ത്രം, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം പറയുന്നത് അമേരിക്കയ്ക്ക് മുൻപുണ്ടായിരുന്ന പ്രാമാണ്യം ലോകത്തില്ല, സാമ്പത്തിക ശക്തിയല്ല, സൈനിക ശക്തി അല്ലാതായി അമേരിക്ക മാറിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഏറ്റവും വലിയ സാമ്പത്തിക, സൈനിക, രാഷ്ട്രീയ ശക്തിയായി അമേരിക്കയെ മാറ്റണം. അതുകൊണ്ടാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ ഈ നിലവിലല്ല, വീണ്ടും ആക്കണം എന്നാണല്ലോ അർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ആ അവസ്ഥയിലേക്ക് അമേരിക്കയെ കൊണ്ടുവരണമെങ്കിൽ അദ്ദേഹം കാണുന്ന കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഈ സൈനികമായി അമേരിക്ക ഇപ്പൊ വാസ്തവത്തിൽ ചൈനയുടെ പിന്നില പല കാര്യങ്ങളിലും. ഈ ഷിപ്പ് നിർമ്മാണത്തിന്റെയും ഒക്കെ കാര്യത്തിൽ ബജറ്റിൽ കൂടുതൽ പൈസ ചെലവഴിക്കുന്നുണ്ടെങ്കിലും അവരുടെ പല ആയുധങ്ങളും നവീകരിക്കാൻ പെന്റഗൺ ആവശ്യപ്പെടുന്ന അനുസരിച്ച് പണം നൽകാൻ കഴിയാത്ത തരത്തിൽ വളരെ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പൊതുവിൽ അമേരിക്ക നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഫലമാണത്. അപ്പൊ അദ്ദേഹം അതിനെ കാണുന്ന ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ താരിഫുകൾ ചുമത്താനായിട്ട് തീരുമാനിക്കുന്നത്. താരിഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു രാജ്യത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ മേൽ നടത്തുന്ന നികുതിയുടെ പേരാണ് ചുങ്കം അല്ലെങ്കിൽ താരിഫ് എന്ന് പറയുന്നത്. അപ്പൊ ട്രംപിന്റെ ആർഗ്യുമെന്റ് എന്താണ്? ട്രംപ് പറയുന്നത് അമേരിക്കയെ ഈ അവരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ, കാനഡ ഉൾപ്പെടെ, സൗഹൃദ രാജ്യമായ ഇന്ത്യ ഉൾപ്പെടെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ചൂഷണം ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അവരുടെ വലിയ മാർക്കറ്റിലേക്ക് ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് ഇറക്കുമതി ചെയ്ത് ചെറിയ
പിന്നെ എന്താണ് പിന്നെ വിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം ഈ രാജ്യങ്ങളെല്ലാം ചെയ്യുന്നത് അമേരിക്ക അവരുടെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 100 മുതൽ, അപ്പൊ നരേന്ദ്രമോദി ഇരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഇന്ത്യ 30, 40, 70% വരെ പിന്നെ ഇത് നികുതി ചുങ്കം ഈടാക്കുന്ന രാജ്യമാണ്, അതിനോട് എനിക്ക് യോജിപ്പില്ല, അൺഫെയർ താരിഫ് എന്നാ പറഞ്ഞത്, നീതിയില്ലാത്ത അല്ലെങ്കിൽ ശരിയല്ലാത്ത നികുതി ഏർപ്പെടുത്തുന്നതാണ് നരേന്ദ്രമോദിയെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അങ്ങനെ അതായത് ഈ രാജ്യങ്ങളെല്ലാം ഈ തരത്തിൽ പിന്നെ ചെയ്യുന്നത് കൊണ്ടാണ് സാമ്പത്തികമായി, അതായത് ഡെഫിസിറ്റ്, അപ്പൊ ചൈനയുമായിട്ടുള്ള വ്യാപാരത്തിൽ ഡെഫിസിറ്റ് ഉണ്ട്, അങ്ങനെ നിരവധി രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരങ്ങളിലെല്ലാം വലിയ ഡെഫിസിറ്റ് ഉണ്ട്. അതുകൊണ്ട് ആ ഡെഫിസിറ്റ് നികത്തണമെങ്കിൽ നിങ്ങൾ പിന്നെ ഇങ്ങോട്ട് ഇറക്കുമതി, ഞങ്ങൾ അങ്ങോട്ട് അയക്കുന്ന കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നിങ്ങൾ ഈ തരത്തിൽ വലിയ ചുങ്കം പിന്നെ ചുമത്താൻ പാടില്ല. അങ്ങനെ ചുമത്തിയാൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഞാൻ ചുങ്കം ഏർപ്പെടുത്തും. ഇതാണല്ലോ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കുക എന്നുള്ളത്, ട്രേഡ് ഡെഫിസിറ്റ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കരുതുന്നത് ഇങ്ങനെ പിന്നെ ഈ ട്രേഡ് ഡെഫിസിറ്റ് കുറയുന്നതിലൂടെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനായിട്ട് കഴിയും. അതുകൊണ്ട് ഇത് ഏർപ്പെടുന്നതാണ്. ഇപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ്. ആ ആർഗ്യുമെന്റിനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്തത് എന്താണ്, പിന്നെ ആദ്യം അദ്ദേഹം മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും പിന്നാലെ ചൈനയ്ക്കും ചുങ്കം ഏർപ്പെടുത്തി. റൈറ്റ്. നമ്മുടെ പ്രധാനമന്ത്രി ചെല്ലുന്ന ദിവസം പിന്നെ ഫെബ്രുവരി മാസം 13-ാം തീയതിയാണ് റെസിപ്രോക്കൽ താരിഫ്, അതായത് നിങ്ങൾ ഇങ്ങോട്ട് താരിഫ് ഏർപ്പെടുത്തിയാൽ അതിന് സമാനമായ താരിഫ് ഞാൻ ഏർപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് നമ്മുടെ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. അപ്പൊ അതാണ് ഈ താരിഫിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം. നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നതിന്റെ ഒന്നാമത്തെ സാഹചര്യം അദ്ദേഹത്തിന്റെ ഈ ചുങ്കവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ എന്താണ്, അദ്ദേഹം പോകുന്ന തൊട്ട് മുമ്പ് ഒരാഴ്ചക്ക് മുമ്പാണ് ഇന്ത്യക്കാരായിട്ടുള്ള 104ഓളം പിന്നെ അനധികൃത കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ 41 മണിക്കൂർ നേരം കയ്യും കാലും ബന്ധിച്ച് അവർക്ക് പിന്നെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോകുന്ന നേരത്ത് പോലും ആ ചങ്ങലകൾ അഴിച്ചു കൊടുക്കാതെ, ഭക്ഷണം കഴിച്ച സമയത്ത് പോലും ഈ കയ്യാമവും കാൽച്ചങ്ങലകളും അഴിച്ചു കൊടുക്കാതെ പിന്നെ നിഷ്ഠൂരമായി പിന്നെ എന്താണ് പ്രയാസപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നിറക്കിയത്. അപ്പൊ ഇതിനെതിരെ, അതായത് ഇന്ത്യൻ മനസാക്ഷിയെ വളരെയധികം വേദനിപ്പിച്ച സംഭവമാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിനെ ആദ്യം നമ്മുടെ സർക്കാർ ചെയ്തത് മൂടി വെക്കാനാ. ഇങ്ങനെ നടന്നിട്ടില്ല, കാൽച്ചങ്ങലുകളും പിന്നെ ഒന്നും ഇടാതെയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അത് അവസാനം കയ്യാമം വെച്ചും കാൽച്ചങ്ങല ഇട്ടുമാണ് കൊണ്ടുവന്നതെന്ന് വളരെ വ്യക്തമാക്കിയപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് നേരത്തെയും 2009 മുതൽ ഈ പിന്നെ ആളുകളെ ഇങ്ങോട്ട് അയക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് തടിതപ്പാൻ സംഭവിച്ചത്. എന്നാൽ പിന്നെന്താ സംഭവിച്ചത്? സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ പരമാവധി നമ്മുടെ മാധ്യമങ്ങൾ, ഈ ഗോദി മീഡിയ എന്ന് പറയുന്ന മാധ്യമങ്ങൾ ഇതിനെ പരമാവധി തമസ്കരിക്കാൻ ശ്രമിച്ചെങ്കിലും അമേരിക്കൻ ഭരണകൂടം ചെയ്തത് എന്താ, അമേരിക്കൻ ഭരണകൂടം ഈ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരെ കയ്യാമം വെച്ചും കാൽച്ചങ്ങല വെച്ചും കൊണ്ടുവരുന്ന ചിത്രം അവർ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് പ്രസിദ്ധീകരിച്ചപ്പോൾ പോലും അതിനെതിരെ അതിശക്തമായി, അതായത് നമുക്കറിയാം കൊളംബിയയും ഗ്വാട്ടിമാലയും അങ്ങനെയുള്ള രാജ്യങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ആളുകളെ ഇങ്ങനെ നിങ്ങളുടെ സൈനിക വിമാനത്തിൽ കയ്യും കാലും കെട്ടിയിട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ അനുവാദം കൊടുത്തില്ല. എന്നിട്ട് അവരുടെ വിമാനങ്ങളിലാണ് അവർ പിന്നെ അവരുടെ ആൾക്കാരെ കൊണ്ടുവന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറാവാതെയാണ് നമ്മുടെ പ്രധാനമന്ത്രി പിന്നെ വളരെ ധൃതി പിടിച്ച് അമേരിക്കൻ സന്ദർശനത്തിലേക്ക് പോയത്. അപ്പൊ നമുക്കറിയാം, ഈ നമ്മുടെ ഈ നേതാക്കന്മാർ, നമ്മുടെ ഭരണാധികാരികൾ പിന്നെ വിദേശ രാജ്യങ്ങളിൽ ഉന്നതതല സമ്മേളനങ്ങൾക്ക് പോകുന്നത് എപ്പോഴും അന്തർദേശീയ തലത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നേതാക്കന്മാർ തമ്മിൽ ഏറ്റവും ഉന്നതമായ തലത്തിൽ സംസാരിക്കുന്നതാണ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും രാജ്യങ്ങളിൽ സന്ദർശിച്ച് ചർച്ച നടത്തുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ചെയ്യേണ്ട വളരെ അത്യാവശ്യമായ ഒരു കാര്യമുണ്ട്. നമ്മൾ പോയ സാഹചര്യം ഇന്ത്യക്ക് നല്ല ലോകത്തിലെ രാജ്യങ്ങൾക്കെതിരായി, ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾക്കെതിരായി പിന്നെ ചുങ്കം ഏർപ്പെടുത്തുമെന്നുള്ള വലിയ പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിരിക്കുന്നു. നമ്മുടെ അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ഇന്ത്യക്കാരെ ഈ തരത്തിൽ വളരെ അപമാനകരമായി അവിടുന്ന് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ ഈ അമേരിക്കയിൽ ജോലിക്ക് പോയതിനു ശേഷം അവിടെയുള്ള ആളുകൾക്ക് ജനിച്ച കുട്ടികൾ
ആ കുട്ടികൾക്ക് നമുക്ക് അമേരിക്കയിൽ ഒരു കുട്ടി ജനിച്ചാൽ ജനിക്കുന്നത് കൊണ്ട് തന്നെ, അമേരിക്ക ജനിക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ പൗരനോ പൗരയാകും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പോലും പൗരത്വം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 1868 14-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന നിയമമാണത്. ആ നിയമത്തെ വെട്ടിക്കളയാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ആ ഉത്തരവ് പക്ഷേ കോടതി തൽക്കാലം സ്റ്റേ ചെയ്തിരിക്കുന്നുണ്ട് നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വളരെ സുപ്രധാനങ്ങൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചും ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചുമുള്ള സുപ്രധാനങ്ങളായ വിഷയങ്ങൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി പോയത്. അങ്ങനെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അല്ല, അതാണ് ഞാൻ ചോദിച്ചു വന്നത്. കാരണം ഈ മാധ്യമങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞ ഹെഡ്ലൈൻ ഒക്കെ ഇത് തന്നെയായിരുന്നു. ഇന്ത്യക്ക് യുദ്ധോപകരണങ്ങൾ കിട്ടും, അതിൽ F-35 ഫൈറ്റർ ജെറ്റുകളാണ്. അത് വലിയ എന്താ അമേരിക്ക ഇന്ത്യക്ക് നൽകുന്ന വലിയ സഹായമായിട്ടാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. അത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഗുണം ചെയ്യുന്ന കാര്യമാണോ? എന്താണ് അതിന്റെ ഒരു സാങ്കത്യം? അതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം 2005 മുതൽ, അതായത് 1998 നമ്മൾ ഈ ആണവ കരാറിലേക്ക് പ്രവേശിച്ച സമയം മുതലാണ് ഇന്ത്യ അമേരിക്ക ബന്ധം വളരെ തന്ത്രപരമായ ബന്ധമായി മാറിയത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പ് നടത്തിയത് പ്രണബ് മുഖർജി പിന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ അമേരിക്ക സന്ദർശിച്ചപ്പോൾ ഈ ഫ്രെയിംവർക്ക് കരാർ പ്രതിരോധ ചട്ടക്കൂട് കരാർ എന്ന് മലയാളത്തിൽ പറയും. പ്രതിരോധ ചട്ടക്കൂട് കരാർ 2005 ഒപ്പുവെച്ചതോട് കൂടിയിട്ടാണ് വാസ്തവത്തിൽ ഇന്ത്യ അമേരിക്കയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ പങ്കാളിയായി മാറിയത്, പ്രതിരോധ പങ്കാളിയായി മാറിയത്. അപ്പൊ ഇന്നിപ്പോ ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശിച്ചപ്പോൾ നമ്മുടെ ഇതിനകത്ത് അവരുടെ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് 10 വർഷത്തേക്കുള്ള ഒരു പ്രതിരോധ ഫ്രെയിംവർക്ക് കരാർ ഒപ്പിടേണ്ടതുണ്ട് എന്ന് പറയുന്നത് ഈ പ്രതിരോധ 10 വർഷത്തേക്കായിട്ടത് 2005 മുതൽ 2015 വരെ ഉള്ള ഒരു പ്രതിരോധ ചട്ടക്കൂട് കരാറാണ് അന്ന് ഒപ്പുവെച്ചത്. അത് 2015 പുതുക്കി. 2015 ശ്രീമാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ വീണ്ടും 10 വർഷത്തേക്ക് പുതുക്കി. അത് 2025 അവസാനിക്കും. ഈ 2025 അവസാനിക്കുമ്പോൾ 2025 മുതൽ പിന്നെയും 10 വർഷത്തേക്ക് പുതുക്കുന്നതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പൊ ഈ പ്രതിരോധ ചട്ടക്കൂട് കരാറിൽ ഒപ്പിടുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് അവരുടെ ആയുധങ്ങൾ നമുക്ക് നൽകുന്നത്. പരിമിതമായ അളവിൽ ടെക്നോളജി അവർ സാധാരണ ഷെയർ ചെയ്യാറില്ല, പരിമിതമായ അളവിൽ ടെക്നോളജി ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ ആയുധങ്ങളൊക്കെ നമുക്ക് നൽകുന്നത്. അപ്പൊ അവരുടെ ഒരു പങ്കാളിയായി നമ്മൾ മാറുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആയുധങ്ങളും മറ്റ് സാങ്കേതിക വിദ്യകളും ഒക്കെ അവർ നൽകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഐസെറ്റ് എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം ഈ പിന്നെ പ്രതിരോധ ചട്ടക്കൂട് കരാറിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അവരുടെ ഫൗണ്ടേഷണൽ എഗ്രിമെന്റ് എന്ന് പറയുന്ന 4 കരാറുകൾ, നമ്മൾ ലെമോവ, ബെക്ക കരാറ്, പിന്നെ ജിസോമിയ, കൊംകാസ എന്നൊക്കെ പറയുന്ന കരാറുകൾ. അതിൽ ഒരു കരാർ മാത്രമാണ് 2002 ജിസോമിയ എന്ന് പറയുന്ന പിന്നെ ഒരു സൈനിക സഹകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറാണ് 2002 പിന്നെ ഒപ്പിടുന്നത്. 2002 എന്ന് പറയുന്നത് നമുക്കറിയാം അന്ന് AB വാജ്പേയി ആണ് പ്രധാനമന്ത്രി. ആ AB വാജ്പേയി തുടങ്ങി വെച്ച ആ കരാറിന്റെ ബാക്കി 3 കരാറ്, ലെമോവ കരാറും കൊംകാസയും ബെക്ക കരാറും ഒക്കെ പിന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ്. ഇതെല്ലാം ഈ സൈനികമായ സഹകരണം, കമ്മ്യൂണിക്കേഷൻ രംഗത്തെ സഹകരണം, പിന്നെ അതുപോലെ തന്നെ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് ഈ ഓരോ രാജ്യങ്ങളിൽ നടക്കുന്ന വിവരങ്ങൾ, പിന്നെ ജിയോസ്പേഷ്യൽ എന്നൊക്കെ അതിന് പറയും, അങ്ങനെയൊക്കെയുള്ള വിവരങ്ങളൊക്കെ നൽകുന്ന വിവിധങ്ങളായിട്ടുള്ള തരത്തിലുള്ള അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണത്തെ കൂടുതൽ ദൃഢമുള്ളതാക്കുന്ന കരാറുകളാണ് ഈ ഫൗണ്ടേഷണൽ എഗ്രിമെന്റ്. അപ്പൊ ഈ ഫൗണ്ടേഷണൽ എഗ്രിമെന്റ് എല്ലാം നമ്മൾ ഒപ്പിട്ടതിന്റെ ഭാഗമാണ് ICET എന്ന് പറയുന്നത്. ഒരു ക്രിട്ടിക്കൽ പിന്നെ ടെക്നോളജിയുടെ മേഖലയിൽ ഉള്ള ഒരു കരാറാണ് ICET എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി എന്നാണ്, ഇനിഷ്യേറ്റീവ് ഫോർ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി. അപ്പൊ അത് പിന്നെ വീണ്ടും അതിന്റെ വേറൊരു പേരിൽ പിന്നെ ഇവിടെ നടപ്പിലാക്കണമെന്നുള്ളതും ഈ കരാറിന്റെ ഭാഗമാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നേരിടുന്ന നിരവധി താരിഫിന്റെ പ്രശ്നമുണ്ട്, നമ്മുടെ കുടിയേറ്റക്കാരുടെ പ്രശ്നമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുമായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിക്ക് തിരിച്ചു കിട്ടിയത് ഈ പ്രശ്നങ്ങളിൽ താരിഫിന്റെ കാര്യത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ഇരുത്തിക്കൊണ്ട് നമ്മൾ വീണ്ടും അൺഫെയർ ആയിട്ടുള്ള താരിഫുകൾ നടപ്പിലാക്കുന്നു എന്ന് പറയുകയും അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും നമ്മൾ മനസ്സിലാക്കേണ്ട ഈ നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും ഇതിനെ ഭയങ്കരമായി മോദി ട്രംപിനെ കീഴടക്കിയിരിക്കുന്നു, ട്രംപും മോഡിയും തമ്മിൽ പുതിയ എന്തൊക്കെയോ സൃഷ്ടിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നതല്ല. ഇത് വാസ്തവത്തിൽ ഇന്ത്യൻ ജനങ്ങളെ കബളിപ്പിക്കുന്ന മാധ്യമത്തിന്റെ ഒരു വിടുവേലയാണ് വാസ്തവത്തിൽ. എന്താണ് ഗുണം കിട്ടിയത്? ഒരു ഗുണവും കിട്ടിയില്ലെന്ന് മാത്രമല്ല, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് ഈ പിന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ
യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതിന് ശേഷം നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ട്. കുറഞ്ഞ ചെലവിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കിട്ടും. നമുക്കിപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ഇറാഖിൽ നിന്നും ഒക്കെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്ക് അതിന്റെ ആ രംഗത്ത് നമുക്ക് ഒരു പ്രശ്നവുമില്ല നിലവിൽ. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ എന്താ, നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്നും പെട്രോളിയവും നാച്ചുറൽ ഗ്യാസും വാങ്ങിക്കണം. പെട്രോളിയം ഗ്യാസ്, അതായത് ഇറാഖിൽ നിന്നോ പിന്നെ സൗദി അറേബ്യയിൽ നിന്നോ ഒക്കെ നമ്മൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാൾ ചെലവ് കൂടിയ പെട്രോൾ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരിക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇത് അതായത് 1500 പിന്നെ ബില്യൺ ഡോളറിന് നമ്മൾ വാങ്ങിക്കുന്നത്, പിന്നെ നമ്മൾ ഇനി 2500 പോകുന്നതാണ് വിക്രം മിശ്രി പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പൊ അത്രയും അധികം കൂടുതൽ വില കൊടുത്ത് നമ്മൾ അമേരിക്കയിൽ നിന്ന് എന്തിനാ വാങ്ങിക്കുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങളും തമ്മിൽ ഒരു ട്രേഡ് ഡെഫിസിറ്റ് നിലനിൽക്കുന്നുണ്ട്. 45 ബില്യൺ ഡോളറിന്റെ ട്രേഡ് ഡെഫിസിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഈ ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണം. നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് F-35 പോലെയുള്ള പിന്നെ സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങൾ വാങ്ങിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിമാനത്തെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ റഫാൽ പിന്നെ വിമാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ആ റഫേൽ വിമാനങ്ങൾ നമ്മൾ വാങ്ങിച്ചത് എങ്ങനെയാണ്? നമ്മളൊരു ബിഡിങ് നടത്തും. ലോകത്ത് ഒരുപാട് ഇത്തരം പിന്നെ ആധുനിക സജ്ജീകരണങ്ങളുള്ള വിമാനങ്ങളുണ്ട്. അത്തരം യുദ്ധവിമാനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നതിന് നമ്മുടെ എന്താണ് ആവശ്യം? അതിനൊക്കെയുള്ള കമ്മിറ്റികൾ കൂടി പ്രപ്പോസൽസ് വെച്ച് ചർച്ച ചെയ്ത് നെഗോഷിയേഷൻ നടത്തിയിട്ടാണ്. ഇവിടെ എന്ത് നെഗോഷിയേഷൻ നടന്നു? നമ്മുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് എഴുതുന്നു, അദ്ദേഹം പറയാണ് നിങ്ങൾ ഞങ്ങളുടെ F-35 വാങ്ങിക്കണം. F-35 കുറിച്ച് പിന്നെ ഇദ്ദേഹത്തിന്റെ ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തരായ എലോൺ മസ്ക് പറഞ്ഞെന്നാണ്, ഇതൊരു ഏറ്റവും തല്ലിപ്പൊളി വിമാനമാണ് F-35 എന്നാണ് എലോൺ മസ്ക് പറഞ്ഞത്. എലോൺ മസ്ക് എന്നെ കളിയാക്കി. കാരണം ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സാങ്കേതിക ഭയങ്കരമായ കോംപ്ലക്സ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകളാണ് F-35 ഉള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇനി ഇങ്ങനെയുള്ള വിമാനങ്ങൾക്കൊരു പ്രസക്തിയില്ല. കാരണം ഇനി വേണ്ടത് ഡ്രോണുകളാണ്, ആളില്ലാതെ പറക്കുന്ന വിമാനങ്ങളാണ് ഇനി വേണ്ടത്. ഇത്രമാത്രം വില കൂടിയ, ഭയങ്കര വിലയുള്ള, ഇത്രമാത്രം വില കൂടിയ, ഇത്രമാത്രം കോംപ്ലക്സ് ഉള്ളതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വിമാനമാണിത്. അപ്പൊ ഈ വിമാനം ഇന്ത്യയുടെ പുറത്ത് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വാസ്തവത്തിൽ വേണമെങ്കിൽ നമുക്ക് അന്തർദേശീയ തലത്തിൽ ഫ്രാൻസ്, ഇറ്റലി മുതലായ UK മുതലായ രാജ്യങ്ങളൊക്കെ ഇത് കണക്ക് യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ വിമാനങ്ങളിൽ നിന്ന്, ആ വിമാന കമ്പനികളിൽ നിന്നായിട്ട് നെഗോഷിയേഷൻ നടത്തി നമുക്ക് വാങ്ങിക്കാം. അപ്പൊ അത് വാങ്ങിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ഇത്ര വിമാനങ്ങൾ വാങ്ങിച്ചോളണം, നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചോളണം. അപ്പൊ ഈ തരത്തിൽ നമ്മൾ അങ്ങോട്ട് വെച്ചതിനൊന്നും ഒരു മറുപടിയുമില്ല. തിരിച്ച് ഇങ്ങോട്ട് പിന്നെ ഞാൻ തരുന്നതും പിന്നെ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളണം എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെയാ ഇന്ത്യക്ക് നേട്ടം ഉണ്ടായത്? ഈ പറഞ്ഞ സ്ഥാനം, അതായത് ഇന്ത്യ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. 30% ആയുധമാണ് ഇപ്പോൾ നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. നമ്മളത് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും ഫ്രാൻസിന്റെ കയ്യിൽ നിന്നും അമേരിക്കയുടെ കയ്യിൽ നിന്നും ഒക്കെയാണ് ആയുധങ്ങൾ കൂടുതലായിട്ട് വാങ്ങുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയിൽ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കാൻ, കൂടുതൽ സാങ്കേതിക രംഗത്തെ സഹകരണത്തിന് വേണ്ടിയിട്ട് പിന്നെ എന്താണ് നമ്മളോട് പറയുന്നു എന്നുള്ളതല്ലാതെ ഇവിടെ എന്ത് നേട്ടം ഉണ്ടായത്? നമ്മുടെ താരിഫിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തോ? നമ്മുടെ പിന്നെ ഇവിടെ കൊണ്ടുവരുന്ന, ഇങ്ങോട്ട് അയക്കുന്ന പിന്നെ നമ്മുടെ പിന്നെ അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ സൗഹൃദ രാജ്യമാണ്, ഞങ്ങളെ കുറച്ചുകൂടെ ഒരു സൗഹൃദമായ സമയം സ്വീകരിക്കാം എന്നുള്ളൊരു മറുപടി, ഒരു വാചകം അവിടെ പറഞ്ഞോ? എന്ന് മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ട്രംപ് ചെയ്തതിനെ ഞാൻ അംഗീകരിക്കുന്നു, അത് അദ്ദേഹം അമേരിക്ക ഒന്നാണ് നമ്പർ 1 ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, ഞാനും നമ്പർ 1 ഉണ്ടാക്കാൻ. ഇങ്ങനെയാണോ നമ്പർ 1? നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും സുഹൃത്ത് മിത്രം എന്ന് പറയുന്ന ഒരു രാജ്യം കാണിക്കുന്ന കൊള്ളരുതായ്മയെ ആ രാജ്യത്ത് പോയി അംഗീകരിക്കുന്നതാണോ നമ്മൾ ചെയ്യേണ്ട ദേശസ്നേഹം എന്ന് പറയുന്നത്? നമ്മൾ ഒന്നാം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പരിഗണിച്ചാലും മോദിയും ട്രംപും തമ്മിൽ വലിയ സൗഹൃദമാണ്, അടുത്ത ബന്ധമാണെന്ന് ഒരു പ്രതീതി ജനിപ്പിക്കുക എന്നുള്ള തന്ത്രം അപ്പോഴും ഉണ്ട്. ഹൗഡി മോഡി പരിപാടി, അതുപോലെ നമസ്തേ ട്രംപ് പരിപാടി, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ താരിഫിന്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. ഇതേ നയം തന്നെയല്ലേ താരിഫിന്റെ കാര്യത്തിൽ ഒന്നാം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പുലർത്തിയിരുന്നത്? അത് ഇന്ത്യയോട് എപ്പോഴും സൗഹൃദമുണ്ടെന്ന് നടിക്കുകയും എന്താ പറയാ മീറ്റിങ്ങുകളിലൊക്കെ അത്തരത്തിൽ വലിയ സൗഹൃദം കാണിക്കുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ പക്ഷെ ഇന്ത്യയോട് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു നയമാണ് വ്യാപാരത്തിന്റെ കാര്യത്തിൽ ഒന്നാം ട്രംപ് അഡ്മിനിസ്ട്രേഷനും രണ്ടാം ട്രംപ് അഡ്മിനിസ്ട്രേഷനും പുലർത്തുന്നത്. അങ്ങനെയല്ലേ കാണാൻ സാധിക്കുക? വളരെ വളരെ രസകരമായ കാര്യം, നമ്മുടെ മാധ്യമങ്ങളിൽ നമ്മളെ ഈ പിന്നെ ഈ ഒരു വിധേയത്വമൊക്കെ സ്നേഹവും ഒക്കെ ആവാം, ഇങ്ങനെ ഒരു അടിമ മനോഭാവം ട്രംപിനോട് വച്ച് പുലർത്തേണ്ട കാര്യമുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഈ നമ്മുടെ ഒരുപാട് അമേരിക്കൻ പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. ഈ ഏറ്റവും ചുരുങ്ങിയത് 2000 മുതൽ തുടങ്ങുന്ന ജോർജ് ബുഷ് മുതൽ, പിന്നെ ക്ലിന്റൺ മുതൽ, ജോർജ് ബുഷ് മുതൽ, ഒബാമ മുതൽ, ബൈഡൻ മുതൽ, ഇപ്പൊ ട്രംപ് വരെ.
ഈ ഈ പ്രസിഡന്റുമാരെയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പുറകോട്ട് നമുക്ക് ഒരുപാട് പോണ്ട. ഈ ഇത്രയും പ്രസിഡന്റുമാരിൽ ഇന്ത്യയെ ഇത്രയധികം ദ്രോഹിച്ച ഒരു പ്രസിഡന്റ് ഇല്ല. ഇന്ത്യ ഇത്രയധികം പരസ്യമായി അപമാനിച്ച ഒരു പ്രസിഡന്റ് ഇല്ല ട്രംപിനെ പോലെ. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അദ്ദേഹം നമ്മളെ ഇപ്പൊ ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ താരിഫിനെ സംബന്ധിച്ച് എന്താ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞത്? താരിഫ് ഇന്ത്യ ചുങ്ക രാജാവാണ് എന്നാണ് വിളിച്ച് കളിയാക്കുന്നത്. പരസ്യമായിട്ടാണ് ചുങ്കരാജാവ്, എന്താണ് താരിഫ് കിങ് എന്നാണ് പരസ്യമായിട്ട് വിളിച്ച് കളിയാക്കുന്നത്. ഒന്ന്. രണ്ട്, അദ്ദേഹം പരസ്യമായി പറഞ്ഞു ഇന്ത്യയിൽ ശുദ്ധവായുവോ ശുദ്ധജലമോ ഇല്ല. ശുദ്ധജലവും ശുദ്ധവായുവും ഇല്ലാത്ത രാജ്യമാണ് ഇന്ത്യ. രണ്ടാമത്തെ കാര്യം, ഇത് അദ്ദേഹം നമ്മളെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നെങ്കിൽ ബാക്കിയുള്ള ചില കാര്യങ്ങളിലേക്ക് വന്ന് നോക്കൂ. നമുക്കറിയാം നമ്മൾ വികസ്വര രാജ്യമാണ്, അമേരിക്ക വികസിത രാജ്യമാണ്. ഈ വികസ്വര രാജ്യങ്ങൾക്ക് ലഭിക്കുന്ന ഈ കയറ്റുമതിയിലൊക്കെ ലഭിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഈ ആനുകൂല്യങ്ങൾ ഈ നമ്മളൊരു വികസിത രാജ്യമായ കിട്ടൂല. ട്രംപ് എന്താ ചെയ്തത്? ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് നമ്മൾ ഈ വികസ്വര രാജ്യമായിരിക്കുന്ന പട്ടികയിൽ നിന്ന് നമ്മളെ മാറ്റി വികസിത രാജ്യമാക്കി മാറ്റി. അങ്ങനെ വികസിത രാജ്യമാക്കി മാറ്റിയപ്പോൾ നമ്മൾ കയറ്റുമതി ചെയ്യുന്ന നിരവധി ഉൽപ്പന്നങ്ങൾക്ക് ചുങ്കം ഏർപ്പെടുത്തുന്ന സ്ഥിതി വന്നു. അത് ഈ ട്രംപ് ചെയ്തതാണ്. അപ്പൊ ഇതൊരു കാര്യം. രണ്ടാമത്, ഈ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുത്തി നമ്മൾ കയറ്റുമതി ചെയ്യാറുണ്ട്. ഇത് നിർത്തലാക്കി. അത് 2000 കോടിയോളം രൂപയുടെ അധിക ചുങ്കം നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പുറത്ത് വന്ന ഒരു പ്രക്രിയയാണ് നടത്തിയത്. എന്ന് മാത്രമല്ല, നമ്മള് 2015 ഒബാമയുടെ നേതൃത്വത്തിൽ ഇറാൻ ആണവ കരാർ ഒപ്പിട്ടിരുന്നു. ഇറാൻ ആണവ കരാർ ഒപ്പിട്ടതോട് കൂടിയിട്ട് അവിടുന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന സൗകര്യം നമുക്കുണ്ടായി. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറാന്റെ എണ്ണയാണ് നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ തരത്തിൽ ലഭിച്ചുകൊണ്ടിരുന്ന എണ്ണ. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഒരുപാട് റിഫൈനറികൾ ഈ ഇറാനിൽ നിന്ന് കൊണ്ടുവരുന്ന എണ്ണ റിഫൈൻ ചെയ്യുന്നതിനുള്ള സംവിധാനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ 2018 ട്രംപ് ഇതിനകത്ത് നിന്ന് പിന്മാറിയതോടുകൂടി ട്രംപ് പറഞ്ഞു നമ്മുടെ കയ്യിൽ നമ്മളിനി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ പാടില്ല. അപ്പൊ ട്രംപിന്റെ ഉപരോധത്തിന്റെ ഫലമായിട്ട് നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ നിന്നും കൂടുതൽ വില കൊടുത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ നമ്മൾ റഷ്യയിൽ നിന്ന് ട്രയംഫ് 400 മിസൈൽ വാങ്ങിക്കുന്നതിനെതിരായിട്ട് ഉപരോധം ഏർപ്പെടുത്താൻ ശ്രമിച്ചതാണ് ട്രംപ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഏതെല്ലാം തരത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ബുദ്ധിമുട്ടിക്കാവോ പ്രയാസപ്പെടുത്താവോ ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രസിഡന്റാണ് അദ്ദേഹം. ആ പ്രസിഡന്റിനെയാണ് ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് 2020 അദ്ദേഹത്തിന് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമസ്തേ ട്രംപ് എന്ന് പറയുന്ന പരിപാടിയാണ് നടത്തിയത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത്, ഒബാമയോ ബൈഡനോ അതല്ല മുമ്പ് ജോർജ് ഡബ്ല്യു ബുഷോ ഒക്കെ ചെയ്തതുപോലെ നല്ല കാര്യങ്ങളല്ല വാസ്തവത്തിൽ ട്രംപ് ചെയ്തിട്ടുള്ളത്. ഇനി ചെയ്യാൻ പോകുന്നതും അതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം നമ്മൾ പറയും ഒരു ട്രാൻസാക്ഷനിസ്റ്റ് പ്രസിഡന്റ് ആണ്, കച്ചവടക്കാരനാണ്. ഈ കച്ചവടം നടത്തുമ്പോൾ എനിക്ക് മാത്രം ലാഭം, വാങ്ങിക്കുന്ന ആൾക്ക് നഷ്ടം തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് ട്രാൻസാക്ഷനിസ്റ്റ് പോളിസി. അപ്പൊ അവിടെ വരുമ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ രാജ്യത്തിന്റെ കാര്യം നോക്കൂ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പരിഗണിക്കാനുള്ളത്, ഇത് ട്രംപിന്റെ രണ്ടാമത്തെ ടേമാണ്. ഈ ട്രംപിന്റെ നമുക്കറിയാം 2 ടേം മാത്രമേ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് ഇരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ മത്സരിക്കാനും പറ്റത്തില്ല, പ്രസിഡന്റ് ആവാനും പറ്റില്ല. അപ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹം വലിയ സ്വപ്നങ്ങളാണ് അമേരിക്കയെ സംബന്ധിച്ച് ഉള്ളത്. യാഥാർത്ഥ്യം ഇല്ലാത്തതാണ് എന്നുള്ളത് വേറെ കാര്യം. ആ സ്വപ്നം എന്താണ്? അമേരിക്കയെ മഹത്തായ രാഷ്ട്രമാക്കി മാറ്റുക എന്ന് പറയുന്നത്. അങ്ങനെ അമേരിക്കയെ മഹത്തായ രാഷ്ട്രമാക്കി മാറ്റാൻ അദ്ദേഹത്തിന്റെ ഈ താരിഫ് നയങ്ങളിലൂടെ കഴിയില്ല എന്ന് അമേരിക്കയിലെയും ലോകത്തിലെയും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ഈ കൂടുതൽ കൂടുതൽ ടാക്സ് ഉൽപ്പന്നങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയാൽ അതുകൊണ്ടുള്ള ഗുണമാർക്കാണ്? അതുകൊണ്ടൊരു ഗുണമില്ല, ദോഷം മാത്രമാണ്. കാരണം അമേരിക്കയിലെ അമേരിക്കക്കാര് സാധനം വാങ്ങിക്കുമ്പോൾ വില കൂടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ഭരണത്തിന്റെ ഗുണം കിട്ടാതാവും, ഭരണത്തിനെതിരാവും അവര്. മറ്റൊന്ന്, ഇവിടെ ഇന്നലെ ഇപ്പൊ മ്യൂണിക് സെക്യൂരിറ്റി സമ്മിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജർമ്മനിയിൽ. ആ മ്യൂണിക് സെക്യൂരിറ്റി സമ്മിറ്റ് നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ അധ്യക്ഷയായിട്ടുള്ള ഓൺ ലെഗാർഡ് എന്ന് പറയുന്ന ലേഡി, അതിന്റെ അധ്യക്ഷയായിട്ടുള്ളവർ പറഞ്ഞെന്താ, ട്രംപ് നടത്തുന്ന ഈ വ്യാപാര താരിഫുകൾ ഒരു രാജ്യത്തിനും ഗുണം ചെയ്യാൻ പോകുന്നില്ല, എല്ലാവർക്കും അത് ദോഷകരമായി മാറും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ, അവരുടെ ഏറ്റവും വലിയ സഖ്യശക്തികളായിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ ഇതിനെതിരാണ്. അവർ പറയുന്നത് ഇതുകൊണ്ട് ഗുണമില്ല. അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര്, ലോകത്തിലെ മുഴുവൻ ആളുകൾ പറയാണ്, നിങ്ങൾ ഇങ്ങനെ ഉപരോധം ഏർപ്പെടുത്തുന്നതുകൊണ്ട് ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇതിന്റെ ദോഷഫലം അമേരിക്കക്കാർക്ക് തന്നെ അനുഭവിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു. പാർലമെന്റിന്റെ 2 സഭകളും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. എല്ലാ സെക്രട്ടറിമാരും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. ഒക്കെ ശരിയാണ്.
പക്ഷേ 2 വർഷം കഴിയുമ്പോൾ ഇടക്കാല തെരഞ്ഞെടുപ്പ് പാർലമെന്റിലേക്ക് വരും, സെനറ്റിലേക്ക്, ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലേക്ക് വരും. അവിടെ അദ്ദേഹത്തിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ ഈ പറഞ്ഞ തരത്തിൽ അദ്ദേഹത്തിന് ഇപ്പൊ നമുക്കറിയാം പാർലമെന്റിനെ പരിഗണിക്കാതെ, പാർലമെന്റുമായിട്ട് ഒരു തരത്തിലും കൺസൾട്ട് ചെയ്യാതെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ പാർലമെന്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ പാർലമെന്റ് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരായിട്ട് പോലും ആ പാർലമെന്റിനെ പരിഗണിക്കാതെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതാവത്തില്ല സ്ഥിതി. ഈ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും സെനറ്റിലും ഡെമോക്രാറ്റുകൾക്ക് ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അജണ്ട ഈ ആദ്യത്തെ 2 വർഷം കൊണ്ട് പരമാവധി ഇദ്ദേഹത്തിന്റെ നയങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ ശക്തമായി അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടും. അതാ വളരെ ശക്തം എന്ന് പറഞ്ഞാൽ, ഈ ശക്തം എന്ന് പറഞ്ഞാൽ പറയാം, ഈ മർക്കട സുരാപാനം എന്നൊക്കെ പറഞ്ഞ പോലെ ഈ കുരങ്ങ് മദ്യം കഴിച്ചാലുള്ള തരത്തിലുള്ള ഭ്രാന്തമായ നടപടികളാണ്. അപ്പൊ നമുക്കറിയാം അദ്ദേഹത്തിന് തൊട്ടടുത്ത രാജ്യം കാനഡ G7 രാജ്യമാണ്, നാറ്റോ എന്ന് പറയുന്ന സൈനിക സഖ്യത്തിലെ അംഗമാണ്. പിന്നെ ഈ അമേരിക്കയോടൊപ്പം ഈ കാലിഫോർണിയയിലെ തീപിടുത്തം ഉണ്ടായപ്പോൾ ആ തീപിടുത്തം അണയ്ക്കുന്നതിന് വരെ കൂടുന്ന രാജ്യമാണ് കാനഡ. ആ കാനഡയോട് പറയാണ്, നിങ്ങളെ ഞങ്ങൾ 51ാമത്തെ രാജ്യമാക്കി മാറ്റിക്കൊള്ളാം, ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ ഭാഗമായിട്ടുള്ള പിടിച്ചെടുത്തോളാം, ഗാസയിലെ ആളുകളെല്ലാം ഒഴിഞ്ഞു പോയിക്കൊള്ളണം, പനാമ ഞങ്ങൾ പിടിച്ചെടുക്കും. ഇതൊക്കെ പറയാൻ ഇദ്ദേഹത്തിന് ആരാ അവകാശം കൊടുത്തിട്ടുള്ളത്? എന്ന് പറഞ്ഞാൽ ഇത് എന്തും ചെയ്യാം, എനിക്കിനി എന്നെ ആരും ചോദ്യം ചെയ്യാനില്ല, എന്തും ചെയ്യാവുന്ന തരത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് വന്നിരിക്കുന്ന വളരെ അപകടകരമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യയിൽ ലോകത്തൊട്ടാകെ നിലനിൽക്കുന്നത്. ട്രംപ് മോദി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വന്ന മറ്റൊരു തീരുമാനമായി വരുന്നത് ആണവ മേഖലയിൽ കൂടുതൽ സഹകരണം ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്കൻ നിർമ്മിത ആണവ റിയാക്ടറുകളും അതിന്റെ സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് കൈമാറും എന്നുള്ള പ്രഖ്യാപനവും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വളരെ ജാഗ്രതയോടെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ആണവ ബാധ്യതാ നിയമം അത് ഭേദഗതി വരുത്താൻ ഇന്ത്യ ആലോചിക്കുന്നുണ്ട് എന്ന് ഇന്ത്യൻ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു. എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവരുന്നത്? എന്താണ് ഇതിന്റെ ഒരു പിന്നാമ്പുറത്ത് നടക്കുന്നത്? അമേരിക്കൻ സ്വകാര്യ കമ്പനികളെ എന്താ പറയാ സുഖിപ്പിക്കുകയാണോ ഇതിന്റെ പിന്നിലെ ലക്ഷ്യം? ഇതിനുള്ള മോഡിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ തറയൊരുക്കൽ ഇവിടെ നമ്മുടെ ബജറ്റ് പ്രസന്റേഷൻ സമയത്ത് നടന്നല്ലോ. ഒന്നില് അതിനകത്ത് പ്രഖ്യാപനം നടത്തി, ഞങ്ങൾ കുറെ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഞങ്ങൾ താരിഫ് കുറയ്ക്കുന്നു. പിന്നെ നമ്മൾ അതിനകത്ത് ബജറ്റ് പ്രസംഗത്തിൽ നിർമ്മലാ സീതാരാമൻ തന്നെ പറഞ്ഞ എന്താണ്, നമ്മൾ ആണവ ബാധ്യതാ നിയമത്തിൽ പരിഷ്കാരങ്ങൾ വരുത്താൻ പോകുന്നു. ഇതെല്ലാം ഈ ട്രംപിന് സന്തോഷകരമായ വാർത്തകളായിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുത്ത കാര്യങ്ങളാണ്. അപ്പൊ നമുക്കറിയാൻ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി ഈ പറഞ്ഞ ആണവ ബാധ്യതാ നിയമം പരിഷ്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ആണവ ബാധ്യതാ നിയമത്തിൽ ഒരു കമ്പനി വന്ന് ഇവിടെ ഇത് നടത്തി കഴിഞ്ഞാൽ, റിയാക്ടർ സ്ഥാപിച്ച് റിയാക്ടറിൽ ആപത്തുണ്ടാക്കിയാൽ ഈ ആപത്തിന്റെ ഉത്തരവാദിത്വം ആ കമ്പനി ഏറ്റെടുക്കണം. റിയാക്ടർ സ്ഥാപിക്കുന്ന കമ്പനി ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അതല്ലേ ലോകത്തുള്ള എല്ലായിടത്തും നിയമം. അമേരിക്ക ഉൾപ്പെടെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ള നിയമം എന്താണ്? ഇത് തന്നെയാണ് നിയമം. അപ്പൊ അങ്ങനെയുള്ള നിയമം പരിഷ്കരിച്ചുകൊണ്ട് ഈ ഉത്തരവാദിത്വം ഇനി അമേരിക്കയ്ക്ക്, കമ്പനികൾക്കില്ല. ഇവിടുത്തെ രാഷ്ട്രം ഏതെങ്കിലും ഒരു ഏജൻസി, ഇവിടുത്തെ ഇന്ത്യയിലെ ഒരു ഏജൻസിയുടെ പുറത്ത് ഏജൻസിയുമായിട്ട് സഹകരിച്ച് ഇത്തരം റിയാക്ടറുകൾ തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ ആ ഉത്തരവാദിത്തം അവരേറ്റെടുത്തോളും എന്നുള്ള തരത്തിൽ, അതായത് വരുന്നവർക്ക് ഈ എന്ത് വേണമെങ്കിലും, വെസ്റ്റിംഗ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ അമ്പെ പരാജയപ്പെട്ട കമ്പനികളാണ് ഈ ആണവ റിയാക്ടറിന്റെ രംഗത്ത്. അപ്പൊ അങ്ങനെയുള്ള വെസ്റ്റിംഗ് ഹൗസിനെ പോലെയുള്ള, അല്ലെങ്കിൽ ഫ്രാൻസിലെ റിയാക്ടർ കമ്പനികളെ പോലെയുള്ള കമ്പനികൾക്ക് ഇവിടെ വന്ന് ഇത് തുറന്നു കൊടുക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ട്രംപിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിന്റെ ഫലമായിട്ടാണ്. കാരണം ഇത് കൊണ്ടുവരുമ്പോൾ, ഇത്തരം ആണവ റിയാക്ടറുകൾ പുതുതായിട്ട് സ്ഥാപിക്കപ്പെടുമ്പോൾ, അത് ജയ്താപൂരിലാണെങ്കിലും മറ്റിടങ്ങളിലാണെങ്കിലും സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കേണ്ട സ്ഥിതി വരും. അപ്പൊ അതുകൊണ്ട് അതിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അത് അപകടകരമായ തീരുമാനമാണെന്ന കാര്യം സംശയമില്ല. കാരണം അവര് ഭയപ്പെടുന്ന ഒരു കാര്യം, ഇപ്പൊ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന്റെ ഇപ്പൊ അമേരിക്കയിലോ അല്ലെങ്കിൽ കാനഡയിലോ ഇങ്ങനെയൊക്കെ ഒരു ആപത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ മരിച്ചേക്കാൻ സാധ്യതയുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇവിടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഒക്കെ വളരെ കൂടുതലായതുകൊണ്ട് നഷ്ടപരിഹാരത്തിന്റെ എമൗണ്ട് ഭയങ്കരമാണ് അവരെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെ ഇന്ത്യയിൽ വന്ന് ഇത് നടത്തിയാൽ ലാഭകരമല്ല, കമ്പനി തന്നെ പൊളിഞ്ഞു പോകും. അങ്ങനെയുള്ളൊരു അസസ്മെന്റ് ആണ് ആ കമ്പനികൾക്കുള്ളത്. അതുകൊണ്ടാണ് അവരൊരു കാരണവശാലും ഈ ആണവ ബാധ്യതാ നിയമം പാലിച്ചുകൊണ്ട് ഇവിടെ തുടങ്ങാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ തരത്തിലുള്ള പരിഷ്കാരം നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഒരു ശക്തി ക്ഷയിക്കുന്ന ഒരു ലോകക്രമത്തിലാണല്ലോ നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നാൽ ചൈനയാണെങ്കിൽ വ്യാപാര വാണിജ്യ മേഖലയിലൊക്കെ വലിയ ശക്തിയായിട്ട് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈനയെ കൗണ്ടർ ചെയ്യുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട ഫോറിൻ പോളിസി നയമാണ്.
അപ്പൊ അതിന് ഇന്ത്യയുടെ സഹായം എന്തായാലും അമേരിക്കയ്ക്ക് എപ്പോഴും ആവശ്യമാണ്. ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷമാണ് ഇൻഡോ പസഫിക് എന്നൊരു ആശയമൊക്കെ ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ സാഹചര്യത്തിനെ എങ്ങനെയാണ് വിലയിരുത്തുക? അത് ഒന്ന് വിശദമാക്കി സംസാരിക്കാമോ? ഈ ജോൺ മീർഷീമർ എന്ന് പറയുന്ന ഒരു ചിന്തകനുണ്ട്. ഇന്റർനാഷണൽ റിലേഷൻസ് തിയറിയിലെ റിയലിസ്റ്റ് തിയറിയുടെ വക്താവാണ് അദ്ദേഹം. ഒഫൻസീവ് റിയലിസ്റ്റ് തിയറിയുടെ വക്താവാണ് ശരിക്കും അദ്ദേഹം. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമുണ്ട്, റിയലിസ്റ്റ് തിയറിയുടെ. അദ്ദേഹം പറയുന്നത് നിലനിൽക്കുന്ന ആഗോള ശക്തികൾ, ഹെജിമോണിക് പവർ, ലോകത്തെ കീഴടക്കി നിൽക്കുന്ന ആഗോള ശക്തികൾ ആരും തന്നെ ചരിത്രത്തിൽ ഇതുവരെ അവരെ വെല്ലുവിളിക്കുന്ന ഒരു രാജ്യം ഉയർന്നു വരാൻ അനുവദിച്ചിട്ടില്ല. അങ്ങനെ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് നാൾ, ഒരു 10-30 വർഷത്തിൽ കൂടുതൽ ഒരു രാജ്യത്തിന് വലിയ ലോകശക്തിയായിട്ട് നിൽക്കാൻ കഴിയത്തില്ലെന്നാണ് ഒരു തിയറി. അപ്പൊ എന്നാലും അങ്ങനെ ഒരുപാട് നാള് ലോകമുള്ള കാലത്തോളം ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഈ ആഗോള ശക്തിയായിട്ട് എല്ലാ കാലവും നിൽക്കാൻ കഴിയത്തില്ല. അവർ കുറെ കഴിയുമ്പോൾ ക്ഷയിക്കും. അങ്ങനെ ക്ഷയിക്കുമ്പോൾ ഇപ്പൊ അമേരിക്ക അങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. അപ്പൊ അങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്ന അമേരിക്ക തന്നെയാണ്. അപ്പൊ അമേരിക്കയുടെ ആഗോള മേധാവിത്വ ശക്തി ക്ഷയിക്കുമ്പോൾ ഈ ജോൺ മീർഷീമർ പറയുന്നത് അവരുടെ മേധാവിത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. അതിലൊരു തന്ത്രമാണ് ബക്ക് പാസിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ചൈന എന്ന് പറയുന്നത് പിന്നെ ഏഷ്യൻ മേഖലയിൽ കിടക്കുന്ന രാജ്യമാണ്. അമേരിക്കയിൽ കിടക്കുന്ന മറ്റൊരു കോണ്ടിനെന്റിലുള്ള അമേരിക്കയ്ക്ക് ഇവിടെ വന്നിട്ട് ഈ പസഫിക് ഓഷൻ 2 രാജ്യങ്ങളെയും വിഭജിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ചൈനയുടെ മേഖലയിൽ വന്ന് തടയുന്നതിന് അമേരിക്കയ്ക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് അമേരിക്ക ചെയ്യുന്നത് ഈ ഉത്തരവാദിത്വങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കും. അതായത് ചൈനയെ തടയുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഇന്ത്യക്ക് കൊടുക്കും, ഓസ്ട്രേലിയക്ക് കൊടുക്കും, ജപ്പാന് കൊടുക്കും, ദക്ഷിണ കൊറിയക്ക് കൊടുക്കും. അപ്പൊ അങ്ങനെ ഈ ബക്ക് പാസിംഗ് എന്നാണ് ആ ടേം ജോൺ മീർഷീമർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ട് ഇവർ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള പണി ചെയ്യും. മനസ്സിലല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വാഡ് എന്ന് പറയുന്ന സംഘടന വരുന്നത്, ഇൻഡോ പസഫിക് എന്ന് പറയുന്ന സംഘടന വരുന്നത്. ഇപ്പൊ ക്വാഡ് എന്ന് പറയുന്നത് ഈ സുനാമി 2004 സുനാമിക്ക് സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ 4 രാജ്യങ്ങൾ ചേർന്ന് ഒരു കൂട്ടായി സഹകരണം ചെയ്തതിന്റെ ഒരു ഫലമാണ്. അതിനെ 2017 ഉന്നതതല സമ്മേളനമാക്കി മാറ്റിയത്. അത് ട്രംപിന്റെ ഭരണകാലത്താണ്. അതായത് അമേരിക്കയുടെ മേധാവിത്വം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ആ അമേരിക്കയുടെ മേധാവിത്വം നിലനിർത്തണമെങ്കിൽ ചൈനയെ തടയണം. കാരണം ചൈനയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വലിയ സാമ്പത്തിക ശക്തി, സൈനിക ശക്തി, രാഷ്ട്രീയ ശക്തി. അപ്പൊ അതുകൊണ്ട് ആ രാജ്യത്തെ തടയാൻ അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് കഴിയത്തില്ല. അമേരിക്കയുടെ സഖ്യശക്തികളായ രാജ്യങ്ങൾ കൂടി ചേർന്ന് ചെയ്യാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് ഈ 2017 ഈ അതുവരെ ഉണ്ടായിരുന്ന ക്വാഡ്, ഈ വിദേശകാര്യ മന്ത്രിതലത്തിൽ ഉണ്ടായിരുന്ന ക്വാഡിനെ ഉന്നതതല സമ്മേളനമാക്കി മാറ്റിയത് 2017 തന്നെയാണ്. അന്ന് ജപ്പാന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ അബെ മറ്റൊരിക്കൽ ഇവിടെ ഇന്ത്യൻ പാർലമെന്റിൽ അഡ്രസ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ നമ്മളെ യോജിപ്പിക്കുന്ന ഒരു ഘടകം ഈ നദികളുടെ ഒരു സംയോജനമാണ്, കൺവെർജൻസ് ഓഫ് ഓഷ്യൻസ് എന്ന് പറഞ്ഞു. അതായത് ഈ പസഫിക് ഓഷ്യനും ഇന്ത്യൻ ഓഷ്യനും കൺവെർജ് ചെയ്യുന്ന സ്ഥലമാണ് ഇന്ത്യ. മനസ്സിലല്ലേ? അപ്പൊ ഇതിന് വളരെയധികം, കാരണം ജപ്പാൻ ചൈനയുമായിട്ട് ശത്രുതയാണ്, ഇന്ത്യയും ചൈനയായിട്ട് ശത്രുതയാണ്. അപ്പൊ ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്തെ തടയണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇൻഡോ പസഫിക് എന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരു സ്ട്രാറ്റജിക് സംവിധാനം ഉണ്ടാക്കണം. ഈ ആശയം ട്രംപിന്റെ അടുത്ത് ആദ്യം അവതരിപ്പിച്ചത് ഷിൻസോബെയാണ്. അപ്പൊ ട്രംപിന് വളരെയധികം താല്പര്യം തോന്നി ഈ ആശയം. ഇത് കൊള്ളാമല്ലോ, ചൈനയെ തടയുന്നതിന് ഈ പറഞ്ഞ രാജ്യങ്ങൾ, ജപ്പാനോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയോ മാത്രം പോരാ, ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ, ഇന്ത്യൻ ഓഷ്യനിലുള്ള മുഴുവൻ രാജ്യങ്ങളെയും ഉണ്ടെങ്കിൽ ചൈനയെ ഫലപ്രദമായി തടയാൻ കഴിയുന്നതുകൊണ്ടാണ് ഇൻഡോ പസഫിക് എന്ന് പറയുന്ന ആശയത്തെ രൂപപ്പെടുത്തുകയും അതിനെ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ തരത്തിൽ ഈ ചൈനയെ തടയാൻ പറ്റുമെങ്കിൽ തടയാം എന്നുള്ള തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു രാജ്യം സാമ്പത്തികമായി ഉയർന്നു വരുന്ന രാജ്യത്തെ തടയുന്നതിനുള്ള പരിമിതി ഉണ്ട്. ഇപ്പോൾ വേറൊരു കാര്യം കൂടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഉപരോധങ്ങളുടെയൊക്കെ ഫലമായി യൂറോപ്യൻ രാജ്യങ്ങളും കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ചൈനയുമായി എങ്ങനെ സഹകരിക്കാമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചോദിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഇന്ത്യക്ക് ഉണ്ടായിട്ടും ഇന്ത്യക്ക് അതിന്റെ ഒരു ലിവറേജ് എടുക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ ഒരു ആ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉപയോഗിച്ച് അമേരിക്കയായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല എന്നതിലേക്കാണ് എനിക്ക് ചോദ്യം. അത് വളരെ നല്ല ചോദ്യമാണ്. കാരണം വെച്ചാല് നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി ധൃതി പിടിച്ച് അവിടെ പോകാതെ വളരെ ഹോംവർക്ക് ചെയ്തുകൊണ്ട് പോകണമായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ട്രംപിനെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന കാര്യമുണ്ട്. നിങ്ങൾ നേരിടുന്ന ഏറ്റവും വെല്ലുവിളി ഇന്ത്യയിൽ നിന്നോ കാനഡയിൽ നിന്നോ മെക്സിക്കോയിൽ നിന്നോ യൂറോപ്യൻ യൂണിയനിൽ നിന്നോ അല്ല.
നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ചൈനയിൽ നിന്നാണ്. അപ്പൊ ഈ ചൈന എന്ന് പറയുന്ന രാജ്യത്തെ തടയാൻ ഏറ്റവും നന്നായിട്ട് കഴിയുക ഓസ്ട്രേലിയക്കല്ല പറ്റുന്നത്, ജപ്പാൻ അല്ല പറ്റുന്നത്, ഇന്ത്യക്ക് മാത്രമാണ്. അപ്പൊ ഇന്ത്യ നിങ്ങളുടെ ഒരു വലിയ സ്ട്രാറ്റജിക് പങ്കാളിയായി ഞങ്ങളെ പരിഗണിക്കുകയും ഞങ്ങളുടെ രാഷ്ട്രത്തിലെ പൗരന്മാരെ ഉൾപ്പെടെയുള്ള ആളുകളോട് മര്യാദയ്ക്ക് പെരുമാറുകയും ചെയ്താൽ ഞങ്ങള് എന്തായാലും നമ്മള് തന്ത്രപരമായ പങ്കാളികളാണ്. ഈ തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കാണ് നിങ്ങളെ തടയാൻ കഴിയുക. അതുകൊണ്ട് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പുറത്ത് നിങ്ങൾ ഉപരോധം ഏർപ്പെടുത്തരുത്. ഞങ്ങളുടെ പൗരന്മാരോട് കുറച്ചുകൂടി സംസ്കാര പൂർണ്ണതയോട് കൂടിയിട്ട് പെരുമാറണം എന്ന് പറയാമെന്ന് ഒന്ന്. രണ്ട്, ഇപ്പൊ നമുക്കറിയാം വിവേക് രാമസ്വാമി അവിടുത്തെ സുപ്രധാനമായ ഉത്തരവാദിത്തം ഇരിക്കുന്ന ഇന്ത്യൻ വംശജനാണ്. തുളസി ഗബാഡ് ഇന്ത്യൻ വംശജ അല്ലെങ്കിലും ഹിന്ദുമതത്തിന്റെ വളരെ വലിയൊരു പ്രചാരകയാണ് തുളസി ഗബാഡ്. അവർ വലിയ ഉത്തരവാദിത്തത്തിലാണ് ഇരിക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഭാര്യ ഇന്ത്യൻ വംശജയാണ്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇന്ത്യൻ കോക്കസിന്റെ നേതാക്കന്മാരാകുന്ന ആൾക്കാരാണ്. മാർക്കോ റൂബിയോയും ഹെക്സത്തും അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറിയും പ്രതിരോധ സെക്രട്ടറിയും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുമായി സംസാരിച്ച് നമ്മൾ അവരുടെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മളുമായിട്ടുള്ള സൗഹൃദം വളരെ മെച്ചപ്പെട്ട തരത്തിൽ, അതായത് ഇന്ത്യയിലെ ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കുന്ന തരത്തിൽ, സ്നേഹിക്കുന്ന തരത്തിൽ ഉള്ള നിലപാട് സ്വീകരിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മളോട് അനുകൂലമായ പ്രതികരണം ഉണ്ടാവണം എന്ന് ഹോംവർക്ക് ചെയ്തുകൊണ്ട് പോയിരുന്നെങ്കിൽ ഈ പ്രധാനമന്ത്രിയെ അവിടെ ഇരുത്തിക്കൊണ്ട് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് ഇവിടെ ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ, അപ്പൊ നമ്മൾ ഈ മാധ്യമങ്ങൾ ഭയങ്കരമായ പൊലിപ്പിച്ചൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ മലയാള മനോരമ ദിനപത്രവും നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രമല്ല, അങ്ങനെ ആ പത്രം ഈ നടന്ന ഇന്നലത്തെ ഇവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉണ്ടായ ഫലത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കാര്യം കൊണ്ട് ഞാനത് വായിച്ച് കേൾപ്പിക്കാം. അപ്പൊ അതിനകത്ത് ഒരു റിപ്പോർട്ടാണ്. അതിനകത്ത് തലക്കെട്ട് ഇങ്ങനെയാണ്: ഇന്ത്യ US പ്രതിരോധ സഹകരണം കൂടുതലും പ്രഖ്യാപനങ്ങൾ P-8I വിമാനം മാത്രം ഉറപ്പ് എന്നാണ് അതിന്റെ ഹെഡിങ്. അപ്പൊ അതിനകത്ത് താഴെ എഴുതിയിരിക്കുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിൽ പ്രതിരോധ രംഗത്തെ സഹകരണം സംബന്ധിച്ച് ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിലും സൈനിക സാമഗ്രികൾ വാങ്ങുന്നതോ സാങ്കേതിക വിദ്യ കൈമാറുന്നതോ സംബന്ധിച്ച വാണിജ്യ ഇടപാടുകൾ കാര്യമായി ഉണ്ടായില്ല. നാവികസേന ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്ന P-8I എന്ന നിരീക്ഷണ വിമാനങ്ങൾ 6 എണ്ണം കൂടി വാങ്ങുന്നതാണ് ഉറപ്പായ ഇടപാട്. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 6 എണ്ണം കൂടി വാങ്ങിക്കുന്നതാണ്. മനോരമയുടെ റിപ്പോർട്ടാണ്. ജാവലിൻ സ്ട്രൈക്കർ മിസൈലുകൾ വാങ്ങുന്നത് സംബന്ധിച്ച് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് മറ്റൊരു റിപ്പോർട്ട്. ബാക്കിയുള്ളവയിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നല്ലാതെ വ്യക്തമായ വാണിജ്യ ഇടപാടുകൾ നടന്നതായി സൂചനയില്ല. മലയാള മനോരമയുടെ റിപ്പോർട്ടാണ്. എന്ന് മാത്രമല്ല, സാങ്കേതിക രംഗത്തെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്, സാങ്കേതിക വിദ്യ കൈമാറാൻ US തയ്യാറാകാത്തത് കൊണ്ടാണ് ഇന്ത്യ ഇതുവരെ വാങ്ങാത്തത് എന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് F-35 കാര്യത്തിലും നയം മാറ്റം ഉണ്ടെന്ന് സൂചനയില്ല. അപ്പൊ എന്നിട്ട് വാർത്ത അവസാനിപ്പിക്കുന്ന ഇക്കൊല്ലം ഒപ്പിടാനുള്ള US ഇന്ത്യ പ്രതിരോധ സഹകരണം സംബന്ധിച്ച പ്രഖ്യാപനമാണ് മറ്റൊന്ന്. നിലവിലുള്ള സഹകരണ ധാരണ പുതുക്കുക മാത്രമാണിത് എന്ന് പറഞ്ഞാൽ, ഈ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് പുതുക്കുന്നതോ അല്ലെങ്കിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ കോൺക്രീറ്റ് ആയിട്ടുള്ള യാതൊരുവിധ നേട്ടവും ഇന്ത്യക്ക് ഉണ്ടാകുന്നില്ല എന്ന് മലയാള മനോരമ പോലെയുള്ള ഒരു പത്രം, ദേശാഭിമാനി അല്ല എഴുതിയത്, മലയാള മനോരമ പോലുള്ള പത്രമാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മാധ്യമം ഇങ്ങനെ പൊലിപ്പിച്ച് കൊണ്ടുവന്ന് എന്താ വാസല് ഉള്ളി തൊലിച്ചതുപോലെ എന്താണ് കിട്ടിയത് നോക്കുമ്പോൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് കുറെ എണ്ണയും ആയുധങ്ങളും നമ്മൾ വാങ്ങിച്ചിരിക്കുന്നു. നമുക്ക് എന്താ കിട്ടിയത്? ആ കോളത്തിൽ നമ്മൾ വട്ടപ്പൂജ്യം ഇടേണ്ട സ്ഥിതിയിലാണ് എത്തി നിൽക്കുന്നത്. ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാണ്. സാറിന്റെ മേഖല തന്നെ കൂടുതലും ചൈനീസ് വിദേശകാര്യ മേഖലകളാണ് സാർ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ നിലവില് ചൈന, ഇന്ത്യയിലെ ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്ന നദി ചൈനയിലെ സാങ്പോ. അപ്പൊ സാങ്പോ നദിയിൽ ചൈന ഒരു അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശൊക്കെ ഇതിൽ വലിയ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അപ്ഡേറ്റ്സ് എന്താണ്? ഇത് എങ്ങനെയാണ് ഇന്ത്യക്കും മറ്റു രാജ്യങ്ങൾക്കൊക്കെ ഒരു ഭീഷണിയായിട്ട് മാറുക എന്നുള്ളത് വിശദമായി സംസാരിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ടിബറ്റ് ആണ് ലോകത്തിലെ ഏറ്റവും അധികം ജല സോഴ്സസുകളുള്ള ഒരു പ്രദേശം. ടിബറ്റ് ചൈനയുടെ കീഴിലാണ്. അപ്പൊ ആ ടിബറ്റിനെ ബേസ് ചെയ്ത് നിലവിൽ തന്നെ നിരവധി ഡാമുകൾ ചൈന നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 3 ഗോർജസ് ഡാം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡാമും ഈ ടിബറ്റൻ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതിനേക്കാൾ അതിന്റെ 6 or 7 ഇരട്ടി വലിപ്പമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പുതിയൊരു ഡാം ഈ മേഖലയിൽ കെട്ടാനാണ് ചൈന ശ്രമിക്കുന്നത്. അപ്പോൾ
ഇത്തരമൊരു ഡാം കിട്ടിയാൽ ഉള്ള ഒരു പ്രശ്നം, ഈ ചൈന നിർമ്മിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ചൈനയും ഇന്ത്യയും തമ്മിൽ ഈ വാട്ടർ ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കരാർ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. ഈ ജലം തുറന്നു വിടുന്നതോ സംഭരിക്കുന്നതോ സംബന്ധിച്ചുള്ള ഡേറ്റ പോലും ചൈന കൃത്യമായി ഇന്ത്യക്ക് കൈമാറുന്നില്ല. ചില സമയത്ത് പിന്നെ ചില ഡാമുകൾ, മറ്റു ചില ഡാമുകളുണ്ട്, ഇതിൽ നിർമ്മിച്ചിട്ടുള്ള നിരവധി ഡാമുകളുണ്ട്. ഇതിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പിന്നെ അരുണാചൽ പ്രദേശ്, ആസാം മേഖലയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാം, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ജലത്തിന്റെ കളറുകൾ മാറി വരുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ അവിടുത്തെ പറയുന്ന വെള്ളം കുടിക്കുന്നതിന് ഉപയോഗിക്കുന്ന, മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള ജീവിതോപാധികളൊക്കെ അപകടത്തിലാവുന്ന തരത്തിൽ നിലവിൽ തന്നെ സ്ഥിതിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പൊ നമുക്കറിയാം അരുണാചൽ പ്രദേശ്, ആസാം, അത് കഴിഞ്ഞാൽ ബംഗ്ലാദേശ്, ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെ പിന്നെ നിഖിൽ പറഞ്ഞ പോലെ പിന്നെ സാങ്പോ എന്ന് പറയുന്ന അവർ വിളിക്കുന്ന, നമ്മൾ ബ്രഹ്മപുത്ര എന്നും സിയാൻ നദി എന്നൊക്കെ പറയുന്ന ഈ നദിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ബാക്കിയുള്ളവരെല്ലാം, ബംഗ്ലാദേശ് ഉൾപ്പെടെ. അപ്പൊ ആ രാജ്യങ്ങളുടെ എന്താണ് ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്നതാണ് വാസ്തവത്തിൽ ഇത്തരം ഒരു ഡാം നിർമ്മാണം. അപ്പൊ ഇതിന് വേണ്ടത് വാസ്തവത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു കരാറിൽ എത്തിച്ചേരുകയും കൃത്യമായ ഇതിന്റെ കൺസ്ട്രക്ഷനെ സംബന്ധിച്ച് ഇതൊക്കെ നിർമ്മിക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെ പിന്നെ അവർ പറയാറില്ല. ഈ നമ്മൾ സാറ്റലൈറ്റ് വഴിയൊക്കെ കാണുമ്പോഴാണ് ഇവർ അംഗീകരിക്കുകയും സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ വേണ്ടത് വാസ്തവത്തിൽ ഈ രാജ്യങ്ങൾ തമ്മിൽ, ഇന്ത്യയും ചൈനയും വാസ്തവത്തിൽ ബംഗ്ലാദേശും ഒക്കെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, അവരെല്ലാരും കൂടെ ചേർന്ന് ഒരു കരാറ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പോ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത്, ഇപ്പൊ അത് ഈ ഇന്ത്യ മോഡിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞത്, ബംഗ്ലാദേശ് പിന്നെ വളരെ ദൂരെയാണ്, ബംഗ്ലാദേശിന്റെ കാര്യമൊക്കെ ഞാൻ അങ്ങ് ഇന്ത്യ ഏൽപ്പിച്ചിരിക്കാന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അത് വലിയ പ്രശ്നമുണ്ട്. അതായത് ബംഗ്ലാദേശിന്റെ കാര്യം ഈ ഇന്ത്യ ഏൽപ്പിക്കാൻ ട്രംപ് ആരാണ്? മനസ്സിലല്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാനാണ് ഈ കാര്യങ്ങളെല്ലാം, ലോകത്തിന്റെ മൊത്തം ചലനങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്നത് എന്ന് മാത്രമല്ല, അദ്ദേഹം വേറെ പറഞ്ഞു, ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുപാട് വലിയ തർക്കങ്ങളുണ്ട്, അപകടകരമായ തർക്കമാണ്, വേണമെങ്കിൽ ഞാൻ മധ്യസ്ഥ വഹിക്കാന്നാണ് പറഞ്ഞത്. നമ്മൾ ഒരു ഇന്ത്യ പാകിസ്ഥാൻ തർക്കത്തിലോ ഇന്ത്യ ചൈന തർക്കത്തിലോ മധ്യസ്ഥർ വേണ്ട എന്ന നിലപാടെടുക്കുന്ന രാജ്യമാണ്. അപ്പൊ പ്രധാനമന്ത്രിയുടെ കൂടിരുത്തിക്കൊണ്ടാണ് ഈ മാതിരി വർത്തമാനങ്ങൾ അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ തരത്തിലുള്ള ഇതിന്റെ വളരെയധികം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഡാം നിർമ്മാണം പൊതുവിൽ. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ ഡാം നിർമ്മാണം, ഇത്രയും ലോകത്തിലെ ഏറ്റവും വലിയൊരു ഡാം നിർമ്മാണം നടക്കുമ്പോൾ അത് ഇന്ത്യയും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വളരെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ ഒരു ചിത്രം, കൃത്യമായ ചിത്രം, വ്യക്തമായ ചിത്രമാണ് സാറ് ഈ ഇന്റർവ്യൂവിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ മാധ്യമ വാർത്തകൾക്ക് അപ്പുറത്ത് ഇന്ത്യക്ക് നേട്ടമായി വിലയിരുത്താൻ ഒന്നും തന്നെ ഇല്ല എന്നതാണ് മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ ബാക്കി പത്രം. ഇത്രയും നേരം ഈ നിരീക്ഷണങ്ങൾ നമ്മളോട് പങ്കുവച്ച സാറിനുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് നിഖിൽ.